അപ്പോളേ നമ്മൾ ഇന്നൊരു ലാംഗ്വേഡിയാണ് ചെയ്യണത്. ഈ ശനിയാഴ്ച, അതായത് ഈ കഴിഞ്ഞ പോയ ശനിയാഴ്ച നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഫ്രണ്ട്സ്, ഫാമിലി. അങ്ങനെ ആദ്യം നമ്മൾ മലക്കപ്പാറയാണ് തീരുമാനിച്ചിരുന്നത്. തലേ ദിവസം രാത്രിയായപ്പോഴാണ് നമുക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടുന്നത് ആനമല റൂട്ടിൽ ഗതാഗതം തടസ്സമുള്ളതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെയാണ് റൂട്ട് മാറ്റിയത്. നമുക്ക് വരിക്കാശ്ശേരി മന, മലമ്പുഴ, പിന്നെ ടിപ്പുവിൻ്റെ കോട്ട ആൻഡ് ഇഷ അങ്ങനെ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. റൂട്ട് മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പോയവരുണ്ടാവും. അപ്പം അതിൻ്റെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറേ പേര് ഉണ്ടെന്ന് പറഞ്ഞു, കുറേ പേര് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മൾ ട്രിപ്പ് ഒരു 5:30 സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഞാൻ, അമ്മ, മോള്. അങ്ങനെയാണ് പോയത്. അങ്ങനെ വണ്ടി വന്നു, ബസ്സിൽ കയറി. ഓരോ സ്റ്റോപ്പിലായിട്ട് ഓരോരുത്തർ നിൽക്കണുണ്ടായിരുന്നു. ബസ്സിൽ കയറി രാവിലെ തന്നെ ആർക്കും ഡാൻസ് കളിക്കാനൊന്നും, പാട്ടൊക്കെ വെച്ച് തകർത്തിട്ടാണ് പോയത്. ഡാൻസ് കളിക്കാനുള്ളൊരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ തകർത്ത് തുടങ്ങി എല്ലാവരും. പിന്നെ നമ്മൾ പോണ റൂട്ടാണ് കേട്ടോ ഇത്. വടക്കാഞ്ചേരി, കലാമണ്ഡലം ആ വഴിക്കാണ് നമ്മൾ പോണത്. ബസ്സിൽ നല്ല നമുക്ക് കിട്ടുന്നൊരവസരമല്ലേ, നമ്മളത് മാക്സിമം ഉപയോഗിക്കണം. ഇതൊക്കെ ടീച്ചർമാരാട്ടോ. ടീച്ചർമാരെല്ലാവരും അടിപൊളിയായി കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് പാലക്കാട് ഏരിയയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും കണ്ട ഇങ്ങനെ മല, കുന്ന് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ പോണ വഴിക്ക് കലാമണ്ഡലം കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഡ്രൈവറുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ അവിടെ കയറി ചോദിച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റുമെന്ന്. സമയം 7:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ മാത്രം പറ്റുള്ളൂ. മാത്രമല്ല 9 മണി മുതലാണ് വിസിറ്റ് ചെയ്യാനുള്ള ടൈം പറഞ്ഞത്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് പോകാനോ ഒന്നിനും സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ കലാമണ്ഡലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ ഇറങ്ങി. അപ്പോൾ അമ്മ, മോള്, വിദ്യേച്ചൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങിപ്പോകുന്നത്. ഇതൊക്കെ അമ്മയുടെ കൂട്ടുകാരാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഇരുന്നു. അപ്പോൾ അപ്പം, മുട്ടക്കറി, ഇടിയപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഫുഡ്. അത് കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെയാണ് വരിക്കാശ്ശേരി മന. അപ്പോൾ അവിടേക്ക് വലിയ ബസ്, അവിടെ 2 സൈഡിലും കാന കെട്ടണ കാരണം നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടിയാണ്, 49 സീറ്റിൻ്റെ വണ്ടി ആയതുകൊണ്ട് വലിയ ബസ്സായിരിക്കുമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് 1 കിലോമീറ്റർ കഷ്ടിച്ച് നമുക്ക് ബസ് ഇറക്കി കൊടുത്ത് നടക്കാനുണ്ടായിരുന്നു. പക്ഷേ അതൊരു നമുക്കൊരു നല്ലൊരു ഇതായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മനയിലേക്ക് പോണ വഴിയിലുള്ള കാഴ്ചകൾ കുറച്ചധികം കാണാനായിട്ട് പറ്റി. അവിടെ നല്ല പോലെ ഞാറൊക്കെ തട്ടിട്ട് നല്ലൊരു ലൊക്കേഷനായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മനയുടെ ഗേറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോൾ തന്നെ, ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളൊരു കൗണ്ടറാണുള്ളൂ. സൈഡിലൊക്കെ കുറച്ച് നിറച്ച് മരങ്ങളാണ് കേട്ടോ, വലിയ വലിയ മരങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടേക്ക് ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയല്ലേ. എന്ന് വെച്ചാൽ അവിടെ വലിയ തറവാട്ടിൽ ജനിക്കുക, അവിടെ വലിയ തമ്പുരാനും തമ്പുരാട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുക ഭയങ്കര സംഭവമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ സൈഡിൽ കൂടിയാണ് നമ്മൾ ഈ മനയുടെ പൂമുഖത്തിൻ്റെ അവിടെ എത്തണത്. അങ്ങനെ കയറി ഇപ്പം ഫ്രണ്ട് ഡോർ തുറന്നിട്ടുണ്ടായിരുന്നില്ല, എന്തോ വർക്ക് നടക്കണ കാരണം അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടോ നടുമുറ്റം, നോക്കിയ നടുമുറ്റത്ത് അവിടെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. തുളസിയല്ല. അങ്ങനെ മോള് എല്ലാ ഡോറും തുറന്ന് നോക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ടീച്ചർമാരും അവിടെ തിരുവാതിര കളിക്കാനൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ വന്നവരൊക്കെ ഒരു അവസരം കിട്ടിയതല്ലേ, എപ്പോഴും വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ ഇടയിൽ അവർ ഭയങ്കര ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനും മോളും അമ്പാടിയും കൂടിയിട്ട് മുന്നോട്ട് നടന്നിട്ട്. അമ്പാടി എന്ന് പറയണത് വിദ്യേച്ചിയുടെ മോനാണ്, അവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു. അപ്പോൾ അവിടെ കണ്ടതൊരു ഊട്ടുപുരയാണ്.
പിന്നെ നമ്മൾ അടുത്ത് തന്നെ അപ്പുറത്തേക്ക് പോയപ്പോൾ വേറൊരു ബിൽഡിങ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കയറി മുകളിലേക്ക് കയറാൻ പറഞ്ഞു. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിട്ട് മുകളിലേക്ക് മരത്തിൻ്റെ കോണിയായിരുന്നു. ഇപ്പോഴും ആ ഫർണിച്ചർ, അതായത് അവിടെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടില്ലേ, സ്റ്റെപ്പ്, ജനൽ, വാതിലുകളൊക്കെ എന്ത് നല്ല വുഡാണെന്ന് അറിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വില കൂടിയ മരം കൊണ്ട് ഉണ്ടാക്കിയത്. ഇപ്പോഴും ഒരു കേട് വരാതെ പോളിഷ് ചെയ്ത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം. ശരിക്കും അത് ഇനി വരുന്ന ജനറേഷനെ ആയാലും അത് കാണാനും ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാനും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ലതായിരിക്കും. അപ്പം ഞങ്ങൾ ഈ ബിൽഡിങ്ങിലേക്ക് കയറിയപ്പോഴേ ദേവാസുരം സിനിമയിൽ രേവതീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ചോറും കറിയും വെച്ച സ്ഥലമെന്നൊക്കെ അവിടെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു സൈഡ് എത്തിയപ്പോഴും കണ്ട ഒരു കോണി നോക്കി തിരിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ മോൾക്കൊന്നും തീരെയും പേടിയില്ല. അപ്പോൾ അവളെ ഇറങ്ങിയപ്പോൾ ഞാനും അങ്ങോട്ട് ഇറങ്ങി. പിന്നെ വിദ്യേച്ചി അമ്പാടിയൊക്കെ ഇറങ്ങി. പിന്നെ അവിടെ കുത്തമ്പുള്ളിയുടെ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, പിന്നെ മുണ്ടുകളൊക്കെ സെയിലുണ്ടായിരുന്നു. പിന്നെ ഈ വരിക്കാശ്ശേരി മനയുടെ ഒരു കുടുംബക്ഷേത്രം തൊട്ടപ്പുറത്ത്, പിന്നെ അവിടെ ഒരു കുളവും ഉണ്ടായിരുന്നു. കൽപ്പടവ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കിടക്കാൻ പറ്റിയില്ല. പക്ഷെ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ട് അജിതേച്ചി വന്നപ്പോൾ കുഞ്ചി പറയുക, പ്രതിമ പോലെ ഇങ്ങനെ നിൽക്കല്ലേ, എന്തെങ്കിലും ആക്ഷനൊക്കെ കാണിക്കുക, യൂട്യൂബിൽ ഇടേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞപ്പോൾ നാണം വന്നിട്ട് അങ്ങനെ പോവുകയാണ് അജിതേച്ചി. ഇതാണ് മനയുടെ ഫ്രണ്ട് ഭാഗം. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. നിറച്ച് മരങ്ങളാ, മാവും എന്തോരം മരങ്ങളാ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി ചെന്നത് പാലക്കാട് കോട്ടയിലാണ്, ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക്. അക്കാലത്ത് നോക്കിയേ എന്തൊരു അത് ബിൽഡ് ചെയ്തിരിക്കണമെന്ന് നോക്കിയാൽ, അക്കാലത്ത് ഒരു ബിടെക് എൻജിനീയറിങ് വർക്കല്ലാതെ ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ അത് ബിൽഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അവിടെ ഒരു കുളമുണ്ട്. അതിൻ്റെ മുകളിലെ പാലത്തുമ്മൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് കടന്ന് ചെല്ലണത്. നിറച്ച് മീനും ആമയാണ് കേട്ടോ. അയ്യോ, പിള്ളേരൊക്കെ കണ്ടിട്ടേ ഹൗ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിരുന്നുണ്ടെന്ന് വെച്ചാൽ അത്ര മീനായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട്. അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിൽ വരുന്നവരുണ്ട്. അപ്പോൾ വഴിപാടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചുമരിൻ്റെ സൈഡിലൊക്കെ വിളക്ക് വെച്ചിട്ടും പൂമാലയൊക്കെ ഇട്ടിട്ട് ഓരോ ദൈവങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിളക്ക് വെച്ചിട്ടൊക്കെ ഞാൻ കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ടിപ്പു താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഒക്കെ കണ്ടു. നല്ല ഗാർഡനൊക്കെ നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആ മോളിൽ നോക്കുമ്പോൾ കള്ളന്മാർ വന്നിട്ട് ഒളിച്ചിരിക്കുമ്പോൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, യുദ്ധം ചെയ്യാനൊക്കെ വരുന്ന ആൾക്കാരെ കാണാനായിട്ട് കുറേ അറകളാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെ അവിടെ നിന്ന് വേഗം കയറണം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയിലേക്ക് എത്തണ കാരണം മലമ്പുഴയിൽ നിന്ന് 2 മണിക്ക് അവിടെ നിന്ന് പോരണം എന്ന് പറഞ്ഞത് കൊണ്ട് ടിപ്പുവിൻ്റെ അവിടെ ഭയങ്കരമായിട്ടൊന്നും നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. പിന്നെ നേരെ വന്നത് മലമ്പുഴയ്ക്കാണ്. അപ്പം മലമ്പുഴയിൽ പാർക്ക് ക്ലോസ് ചെയ്തിട്ട് 6 മാസത്തേക്ക് പാർക്ക് തുറക്കില്ലയാണ്. അപ്പം ഞങ്ങൾ ഫുഡ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ബിരിയാണി ആയിരുന്നു. അപ്പം അത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇതേപോലെ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു. ഭക്ഷണം ഞങ്ങൾ കഴിച്ചു ആ സമയം കൊണ്ട്. പിന്നെ പിള്ളേർ അക്വേറിയം ഉണ്ടല്ലോ അവിടെ, അതിലൊക്കെ കയറി. പിന്നെ പാർക്കിൻ്റെ സൈഡിൽ പിന്നെ ഡാമൊക്കെ കണ്ടു. ഇങ്ങനെ പുറത്ത് നിന്ന് മാത്രം, അകത്ത് കയറി പാർക്കിനകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല, അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട്. അപ്പം അതൊരു വിഷമമായിട്ടാണ്. പക്ഷെ ആ നിന്ന നേരം കൊണ്ട് നമുക്ക് കോയമ്പത്തൂർക്ക് വേഗം പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് വേഗം ഇറങ്ങി. നോക്കിയേ എന്ത് നല്ല മീനാലേ ആ അക്വേറിയത്തിൽ. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ കുറച്ച് പേരാണ് ഈ അക്വേറിയം കാണാനായിട്ട് കയറിയുള്ളൂ. പിന്നെ അവിടെ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ടായിരുന്നു. പാമ്പിനെ എല്ലാവർക്കും പേടിയായതുകൊണ്ട് സ്നേക്ക് പാർക്കിനകത്ത് കയറിയില്ല. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പിന്നാലെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പം തന്നെ തളർന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയും കൂടി കഴിച്ചു വന്നപ്പോൾ ആകെ തളർന്നു. ക്ഷീണം, തലവേദന, യാത്ര ഒക്കെ കൂടിയായിട്ട്. അങ്ങനെ ബസ്സിൽ കയറാനായിട്ട് എല്ലാവരും വിളിച്ചിട്ട് വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അവിടെ കാണാനുണ്ടല്ലോ.
പാർക്കിനകത്ത് കൂടി കയറുകയെന്നുണ്ടെങ്കിൽ അന്നേരത്തൊന്നും ഒരാൾ അവിടെ നിന്ന് പോരലുണ്ടാവില്ല കേട്ടോ. എല്ലാവരെയും പിടിച്ച പിടിയാലെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടാണ് ആ സമയത്തെങ്കിലും നമുക്ക് ഇറങ്ങാനായിട്ട് അവിടെ നിന്ന് പറ്റിയത്. പലതരം മീനുകളാണ്, ഇഷ്ടംമാതിരി നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കണ്ണെടുക്കാനായിട്ട് തോന്നൂല, അത്രക്കും മീനുണ്ട് അതിനകത്ത്. കണ്ടോ ആ മീൻ നമ്മളെ തന്നെ നോക്കണോക്കി. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി നടത്തണവർക്ക് ഇറ്റങ്ങൾക്ക് തീറ്റിയിടാനും എല്ലാം ഒരുപാട് കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ എത്ര ഭംഗിയിൽ അത് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകണം. നോക്കി പല കളറായിട്ട് നല്ല ഭംഗി. നമ്മൾ ചിത്രത്തിലൊക്കെ അല്ലേ കാണുള്ളൂ നമ്മൾ, അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ മീനുകളെയൊക്കെ കാണുള്ളൂ. നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ. കണ്ടോ നന്നായിണ്ടല്ലേ. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട്. ചില മീനൊക്കെ നോക്കിയാൽ അവിടെ എന്താ പറയുക അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും വീറ്റങ്ങൾക്ക് എന്തോ പറ്റിയിട്ടാണെന്ന്. അല്ല, ജീവനുണ്ട്. നല്ല ലൈറ്റൊക്കെ ഇട്ട് കണ്ടില്ലേ, നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് അതിൽ ഓടി നടക്കണം. നോക്കിയേ കളറിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ കടലൊന്ന് എത്തി നോക്കി നമ്മൾ വേഗം വിട്ടു. ഇഷയ്ക്കാണ് ഇനി പോണത്. കോയമ്പത്തൂര് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയാലാണ്, അത്യാവശ്യം ദൂരമുണ്ട് പോവാനായിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് വാളയാറാണ്. വാളയാറ് ചെക്ക് പോസ്റ്റൊക്കെ നമുക്ക് ഈ റൂട്ട് പോകുമ്പോൾ കാണാം. കണ്ടോ മലനിരകൾ ഇങ്ങനെ നിരന്നിങ്ങനെ ഇങ്ങനെ നിൽക്കണ കാണാം. നല്ല റോഡ്, പിന്നെ കുറേ പുഴയൊക്കെ കണ്ടു കേട്ടോ സൈഡിൽ. കോയമ്പത്തൂര് ആവാറായി. പിന്നെ ഞങ്ങൾ ഇഷത്തി പോണ പോക്കുണ്ടല്ലോ, അവിടെ ആശ്രമത്തിൽ കുളിക്കാനുള്ള പോക്കാണ്. അതായത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5:30 7 മണിക്ക് ആദിയോഗിയുടെ അവിടെ ലൈറ്റ് ഷോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചിറങ്ങണം. ആശ്രമത്തിൽ ഒരുപാട് കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ കൂടെ വന്നതിൽ ആർക്കും അറിയില്ലായിരുന്നു ഇവിടെ ഒരു കുളം ഉണ്ടെന്നും കുളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്നു. അതൊരു വേറെ പുണ്യം ചെയ്ത പോലത്തെ ഒരു പ്രതീതി ഉണ്ട്. അവിടെ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വൈബാണ് അവിടെ തന്നെ. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇതാണ് ഒരു കൊച്ചൊരു വൺ ഡേ ട്രിപ്പിൻ്റെയാണ് ഇപ്പം ഈ വീഡിയോ ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.